അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാ അൽഹംദുലില്ലാ. അന്ന് ഹജ്ജത്തുൽ വിദാഇൻ്റെ ദിവസം അള്ളാഹു ആയത്തിറക്കുകയാണ്. അൽയൗമ അക്മൽതു ലക്കും ദീനക്കും. ഇന്ന് ഞാൻ നിങ്ങൾക്ക് നിങ്ങളുടെ ദീൻ പൂർത്തിയാക്കി തന്നിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വർഗത്തിലേക്ക് അടുപ്പിക്കുകയും നരകത്തിൽ നിന്ന് വിട്ടുനിൽക്കുന്നതുമായ ഒരു കാര്യവും പറഞ്ഞു തരാതെ പോയിട്ടില്ല എന്ന് പ്രവാചകൻ തൻ്റെ അനുചര്യന്മാരോട് പറയുകയാണ്. അതുകൊണ്ട് തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല പൂർത്തിയാക്കിയ ഈ ദീനിനെ അതുപോലെ പിൻപറ്റുകയാണ് നാം ചെയ്യേണ്ടത്. ഇമാം മാലിക് റഹിമഹുല്ലാ പറഞ്ഞു, ഫലം യകുൻ യൗമ ഇദിൻ ദീന വലാ യകുനിൽ യൗമ ദീന. അന്ന് എന്താണോ ദീനല്ലാത്തത് അത് ഇന്നും ദീനാവുകയില്ല. സഹോദരങ്ങളെ, അള്ളാഹുവും അവൻ്റെ റസൂലും പഠിപ്പിച്ച കാര്യങ്ങളാണ് ദീൻ. അല്ലാതെ ദീനിൽ പുതുതായി നല്ലതല്ലേ എന്ന് പറഞ്ഞ് കൂട്ടിച്ചേർക്കുന്ന പുത്തനാചാരങ്ങൾക്കാണ് ബിദ്അത്ത് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ആ ബിദ്അത്തിൽ നിന്ന് വിട്ടുനിന്ന് പ്രവാചകചര്യയെ പിൻപറ്റി ജീവിക്കാൻ നാം പരിശ്രമിക്കുക. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.